ആദ്യമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഉദ്ഘാടനം ചെയ്യുന്നത്. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. എനിക്ക് സ്വന്തം ചേച്ചിയെ പോലെ പ്രിയപ്പെട്ട ഒരാളാണ്. ഒരുമിച്ച് ഇങ്ങനെ ഒരു ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് അതിനേക്കാളും സന്തോഷം. അപ്പോൾ നേരത്തെ മഞ്ജു ചേച്ചി പറഞ്ഞതുപോലെ എന്തും ഈ സ്നേഹം ഉണ്ടായിരിക്കണം, എന്തും ഈ പ്രോത്സാഹനം ഉണ്ടായിരിക്കണം. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്. എല്ലാവരും എല്ലാ ടൈം ഞങ്ങൾ തരാം. ഇപ്പം നിങ്ങൾ ഒന്നും ആവേശം കൊണ്ട് ചാടാനോ ഇങ്ങോട്ട് ഓടാനോ ഒന്നും നിൽക്കണ്ട. ആൻഡ് നൗ നമുക്ക് വേണ്ടി ഈ മൈജി ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ സ്റ്റോർ കണ്ണൂരിന്റെ ഒരു ബാക്ക് ബോൺ, ഇതിന്റെ ഒരു എന്റർപ്രണർ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇതിന്റെ എംഡി ആയ മൈജി ഷാജിക തന്നെയാണ്. ആൻഡ് ഷാജിക ഈ ഒരു അവസരത്തിൽ ഷാജിക മൈജി ഫ്യൂച്ചർ നൽകിയതുപോലെ തന്നെ ഷാജിക സ്വന്തമായിട്ടൊരു ഫ്യൂച്ചറിനെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് തരികയാണ്. അത് മറ്റാരും ഫ്യൂച്ചർ നമുക്ക് തരുന്നോ? യങ് ജനറേഷൻ നോക്കി വെച്ച ഈ മുതലിനെ, കാരണം ഇനി അങ്ങോട്ടേക്ക് രാജാവാൻ പോകുന്നത് ഹാനി ആയിരിക്കും. അപ്പൊ എന്തായാലും ഹാനി, ഓൾ ദി വെരി ബെസ്റ്റ്. എങ്ങനെ ഷാജിക നമ്മുടെ ഈ ഒരു പട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി അതിന്റെ എല്ലാ എബിലിറ്റി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. യെസ് ഷാജിക, ഓവർ ടു യു. താങ്ക് യു. നമ്മുടെ ആദ്യത്തെ കണ്ണൂർ ജില്ലയിൽ നമ്മളെ ഷോറൂം തുറക്കുന്നത് ബാംഗ്ലൂരിൽ. അതിനുശേഷം ഒരുപാട് ഷോറൂമുകൾ ഞങ്ങൾ കണ്ണൂർ ജില്ലയിൽ തുറന്നു. ഒരുപാട് വലിയ സപ്പോർട്ടാണ് കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ മൈജിയുടെ യാത്രയിൽ വലിയൊരു പങ്ക് കണ്ണൂർ ജില്ലയ്ക്കുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ ഷോറൂമായ ഈ ഷോറൂം കണ്ണൂർ തന്നെ തുറക്കാൻ സാധിച്ചാലും ഒരുപാട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒക്കെ സമയങ്ങൾ ഞങ്ങൾ തരാം. ഇവർ ഒരുപാട് ഓരോരുത്തരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പാട്ടിനും ഡാൻസിനും കാര്യങ്ങൾക്കും ഒക്കെ. നമുക്കൊന്ന് ഇവരെ ഒരിക്കലും കണ്ടില്ല പറ്റില്ല എന്ന് വെക്കാൻ പറ്റില്ല. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? വനിതയിലെ പാട്ട് അങ്ങനെ ഡാൻസ് കളിക്കാൻ പ്രതീക്ഷിക്കില്ല. ആവശ്യമില്ല അല്ലേ? കാണുന്നതാണ് സന്തോഷം. അല്ലാതെ എന്നോട് അവർ അങ്ങനെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. ഇത് വെറുതെ അല്ലല്ല, ഞാൻ കഴിഞ്ഞിട്ടല്ല. ഇന്നലെ നേരത്തെ പറഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു ഒരു പാട്ടിട്ട് ജസ്റ്റ് ഒരു മൂവെങ്കിലും കിട്ടുമോ എന്നുള്ള ചോദിച്ചു. നമുക്ക് നോക്കാം. എന്തായാലും നമ്മുടെ പുതിയ സിനിമയുടെ പരിപാടിയിൽ എന്റെ പാട്ടൊക്കെ വെക്കേണ്ട കാര്യമുണ്ട്. അല്ല, ഒരു കാര്യം ചെയ്യാം. നടികർ മൂവിയുടെ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ ഞാനും മഞ്ജു ചേച്ചി ഡിസ്കസ് ചെയ്യാം. നമുക്ക് സന്തോഷം. താങ്ക് യു. ആ സിനിമ ഇന്നലെയാണ് റിലീസായത്. ആ സിനിമയുടെ അഭിപ്രായങ്ങൾ ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നേ കണ്ടു. ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വിളിച്ചവരുണ്ട്. അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് അറിയേണ്ടത് പ്രേക്ഷകർക്ക് ഈ സിനിമ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്ന് അറിയാനായിട്ട് എനിക്കും ആഗ്രഹമുണ്ട്. ഓ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എടാ, ഞാനല്ലടാ, ഡയറക്ടർമാരാണ് റോളൊക്കെ തരുന്നത്. നടന്മാരെ അഭിനയിക്കാൻ വേണ്ടി മാത്രം കൂടുതലാണ്. അല്ല, ഒരു കാര്യം ചെയ്യാവേ. അതെന്നെ പറയാൻ വരുന്നത് ലൂസിഫറിലെ സിസ്റ്ററും ബ്രദറും ആണ് ഒറ്റയടിക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത്. എംബിരാനിൽ എന്ത് വിശേഷം അറിയണ്ടേ? ഇനി നമുക്ക് എംബിരാന്റെ വിശേഷങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പ്രകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഇതിന് ജോയിൻ ചെയ്തോ? അതോ ആണല്ലേ? ഞാൻ അതില് ഇപ്പൊ ഈ 16-ാം തീയതി തൊട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി വിശേഷങ്ങൾ അവിടെ തന്നെ അറിയാം. എന്തായാലും കടുത്ത ചൂടാണ്. ഇവരെല്ലാരും റിക്വസ്റ്റ് ചെയ്തില്ല പാട്ട് വേണമെങ്കിൽ നമുക്ക് മ്യൂസിക് ഇടാം എല്ലാവർക്കും. ഈ ചൂട്ടത്താണോ ഇവരെ കൊണ്ട് എന്റെ പാട്ട് കേൾപ്പിക്കാൻ ശ്രമിച്ചത്? എന്ത് ഇതിപ്പോ വേറെ എന്തെങ്കിലും വരുന്നത്? മൈജി ഫ്യൂച്ചറിന്റെ ഉദ്ഘാടനത്തിൽ ടോവിനോ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഓൾറൈറ്റ്, ഒരു കാര്യം ചെയ്യാം. നമുക്കൊരു മ്യൂസിക് ഇടാം. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് എല്ലാവരും കൂടെ ഡാൻസ് കളിക്കുന്നു. ആൻഡ് നമ്മൾ ഉദ്ഘാടനത്തിലേക്ക് പോകുന്നു. ഓൾറൈറ്റ്, റെഡിയാണോ? ഓക്കെ, എങ്കിൽ നമുക്ക് ആ മ്യൂസിക് പ്ലീസ്. മ്യൂസിക് എവിടെ? നമ്മുടെ ചെണ്ടപ്പിളക്കാരെന്തേ? നിങ്ങൾ മതി, നിങ്ങൾ ഒട്ടിയാലും മതി. ഞങ്ങൾ ആവേശം തന്നെ ആയിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ റെഡിയാണോ? റെഡിയാണോ? Let's do this. Come on, എല്ലാരും മറിഞ്ഞൊരു മാന തൊമ്പിളി പോലൊരു പാട് കയറിയ പോലീശയുള്ളൊരു
ഇവിടെ തന്നെ യെസ് മഞ്ജു ചേച്ചി റിക്വസ്റ്റ് ചെയ്തവർ മാത്രം മുന്നോട്ടേക്ക് വരിക. ഓൾസോ പ്ലീസ് എല്ലാവർക്കും അവരുടെ ഗിഫ്റ്റും നൽകി കഴിഞ്ഞാൽ ഒന്ന് ഇറങ്ങുന്ന. നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സംവിധാനമുണ്ട്. കൊടുത്തോ ഫോട്ടോ എടുക്കാൻ അവസരം പിന്നെ തരും. പ്രത്യേകം ശ്രദ്ധിക്കാം, ഫോട്ടോ എടുക്കാൻ അവസരം. എല്ലാവരും സന്തോഷത്തോടെ അവരുടെ സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ബൊക്കെ തോമസ്. ആ ഒരു ചടങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടെ നമ്മളിത് ചെയ്യാൻ പോവുകയാണ് എന്ന് വിശ്വസിക്കുന്നു. എന്നാ വന്ന പരിപാടിയിലേക്ക് കടന്നാലോ, ആ ഉദ്ഘാടനം അങ്ങോട്ട് നടത്തിയാലോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നതിനും ഇത്രയും ഈ സന്തോഷം പങ്കുവയ്ക്കാൻ ഉണ്ടായിരുന്നതിനും ഒരുപാട് നന്ദി. ഇതിപ്പോഴും എനിക്ക് സ്വപ്നമായിട്ടാണ് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, ചേട്ടൻ്റെ കൂടെയും ചേച്ചിയുടെ കൂടെയും നിൽക്കാൻ പറ്റുക എന്ന് പറയുന്ന സത്യം സ്ക്രീനിൽ കണ്ട ആൾക്കാരെ തന്നെ നേരിട്ട് വന്ന് കാണുമ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഒരു നമ്മള് കഴിഞ്ഞ ആഴ്ച കണ്ടതേ ഉള്ളൂ. നമ്മുടെ നടികറിന്റെ ഫിലിം പ്രൊമോഷന് എറണാകുളം വെച്ച് നമ്മൾ കണ്ടിരുന്നു. നമ്മൾ രണ്ടുപേരും കണ്ടിരുന്നു. അപ്പം അപ്പോഴും ദൈവത്തോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാ. നന്ദി മാത്രം. ഈ സ്നേഹത്തിന് എല്ലാത്തിനും മൈജിക്ക് എനിക്ക് നിങ്ങൾ എല്ലാവരുടെ തീരാത്ത കടപ്പാണ്. എന്റെ മോനെ, സുഖമില്ലാത്ത മോന് കാരണം ഹോം അപ്ലയൻസസ് റീ എഞ്ചിനീയറിംഗ് രംഗത്ത് വിദഗ്ധരായ ടെക്നീഷ്യൻസിനെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് മൈ ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഒരു സംരംഭത്തിന്റെ ആ ഒരു മോട്ടോ എന്ന് പറയുന്നത്. TV, AC, റെഫ്രിജറേറ്റർ, മെഷീൻ ഉൾപ്പെടെ ഒരുപാട് വീട്ടിലെ സാധനങ്ങളുടെയൊക്കെ ടെക്നിക്കൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ 18 years of ഏജിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിത്തത്തോടൊപ്പം തന്നെ ജോലിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫെസിലിറ്റിയാണ് നമ്മുടെ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നമുക്ക് സാധിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യമായി ഹെക്സ് ടോഗിൾ മെത്തേഡിലൂടെ പഠിപ്പിക്കുന്ന സ്മാർട്ട് ഫോൺ റീ എഞ്ചിനീയറിംഗ് എന്നിവയാണ് മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ സൂപ്പർ കോഴ്സുകൾ എന്ന് പറയുന്നത്. അതായത് 17-ാം വയസ്സിൽ പഠിക്കുമ്പോൾ 18-ാം വയസ്സിൽ കരിയർ ഉറപ്പാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മുടെ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു റീ ലോഞ്ചിന്റെ ഉള്ളപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് അതിന്റെ ആ ഒരു ലോഗോ റീ ലോഞ്ച് ചെയ്യാം. ഫോർ ദിസ് ഐ ആം ഓൾസോ റിക്വസ്റ്റിംഗ് മിസ്റ്റർ മുഹമ്മദ് ഷാഫി, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്, മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ഹെഡ് മുഹമ്മദ് ഷാഫി സാറും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് വരുവാണെങ്കിൽ. ഇതാണ് നമ്മുടെ മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ പുതിയ ലോഗോ. ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ പിള്ളേർക്ക് ഇതും ഈ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോം അപ്ലയൻസസിന്റെ അല്ലെങ്കിൽ റീ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു നിലയിൽ പഠിച്ച് മുന്നേറാൻ പറ്റുന്നതാണ്. ഒപ്പം തന്നെ എനിക്ക് നമ്മുടെ മൈജിയിൽ തന്നെ ട്രെയിനിങ്ങും പ്ലേസ്മെന്റ്സും നൽകുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായിട്ട് കുറച്ചും കൂടി ഒരു എന്താ പറയുക പവർഫുൾ ഈവന്റിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഫുട്ബോൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും വീക്ക്നെസ് ആണ് അല്ലെ. ഫുട്ബോൾ ഇഷ്ടപ്പെടാത്ത ആരുമില്ല. കണ്ണൂർ എന്ന് പറയുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ഹരം കയറുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഷഗോമിയുടെ 10ാമത്തെ വാർഷികമാണ് ഇപ്പം ആഘോഷിക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും കൂടെ ചേർന്ന് അവർ പുതിയ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സ്മാർട്ട് ഫോൺ ഇസ് നോട്ട് 13 Pro Plus 5G വേൾഡ് ചാമ്പ്യൻ എഡിഷൻ. അപ്പൊ എന്താണ് ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്നാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത്. അപ്പൊ 10 എന്നുള്ളൊരു സിമ്പിൾ അതിലുണ്ട്. അത് മാത്രമല്ല ബ്ലൂ കളറിംഗ് ആണ് അതിന്റെ ചാർജിങ് കേബിൾ. ഫോൺ മാത്രമല്ല ചാർജിങ് കേബിളും ബ്ലൂ കളറിലാണ്. AFAയുടെ ഒരു ലോഗോവും അതിലുണ്ട്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയുക ആ ഒരു ഫോൺ നമുക്ക് ഒരാൾക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഒരു പക്ഷേ ഇത് നമ്മൾ മെയിലിലായിരുന്നെങ്കിലല്ലോ ഇത്തിരി വലിയ ആവേശം അവിടെ കേട്ടേനെ. കാരണം നമ്മുടെ ഫുട്ബോളിന്റെ സ്വന്തം ഇതിഹാസമായ നമ്മുടെ സ്വന്തം ഈ ഒരു ഫോൺ നമ്മള് നൽകി വിജയൻ തന്നെയാണ് നൽകുന്നത്. വിജയന്റെ ഇപ്പൊ ഇരിക്കുന്ന ഫോൺ ഏതാണ് ചേട്ടാ? ഇപ്പൊ ഇരിക്കുന്ന ഫോൺ ഏതാ? നിഷ്കളന്ത് 500 രൂപയുടെ ഫോൺ നോക്കി. അപ്പൊ എന്തായാലും ഇനി കിട്ടാൻ പോകുന്നതെന്ന് പറയുന്നത് അർജന്റീനയുടെ ആ ഒരു ഫുൾ എന്താ പറയുന്നത് കസ്റ്റം മെയ്ഡ് നമുക്ക് പറയുന്ന രീതിയിലുള്ള നോട്ട് 13 Pro ആണ് ലഭിക്കാൻ പോകുന്നത്. ആ ഫോൺ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യാമോ? ഒരു സെക്കൻഡ്. അതോടൊപ്പം തന്നെ ഷിയോമി ടീമിന്റെ അംഗം
Alright, thank you so much. Please stay back. അപ്പോൾ തന്നെ നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിനോട് ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാണ് സ്റ്റേ ബാക്ക് ചെയ്യാൻ വേണ്ടി. ബിക്കോസ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമേഴ്സിന്റെ പേരുകൾ ഞാൻ വിളിക്കുന്നതായിരിക്കും, അതിനനുസരിച്ച് അവർ മുന്നോട്ടേക്ക് വരാം. ഫസ്റ്റ് വി ഹാവ് ജമീൽ സൂരജ്, നമ്മുടെ സ്റ്റോറിന്റെ ഫസ്റ്റ് കസ്റ്റമേഴ്സ് ആണ്. ജമീൽ സൂരജ് വേദിയിലേക്ക് വരേണ്ടതാണ്. Alright, one of the first customer is your Jamil. Thank you so much. Next we have Tashil. ഒന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യണം, കാരണം നമുക്ക് ചെറിയൊരു സമയത്തോടെ ഒന്ന് നേരെ നോക്കിയാൽ മതി. Thank you so much. Tashil, can I have Tashil on stage? Can you please hand over that? Thank you so much. Can I have Jayesh? Jayesh ആണ് നമ്മുടെ അടുത്ത കസ്റ്റമർ. Alright, അതൊന്ന് നൽകാമോ? Thank you so much. ആദിത് കൃഷ്ണ, നമ്മുടെ അടുത്ത കസ്റ്റമർ എന്ന് പറയുന്നത് ആദിത് കൃഷ്ണയാണ്. Alright, Adit Krishna, please. Adit Krishna and family ഏറ്റുവാങ്ങിയിരിക്കുകയാണ്, നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ ആണ്. നെക്സ്റ്റ് വിപിൻ പി. Yes, Vipin is here. Vipin are മറ്റൊരു lucky customer. Yes, Vipin, thank you so much. Justin Sebastian ആണ് നമ്മുടെ അടുത്ത കസ്റ്റമർ. മൈജി ഫ്യൂച്ചറിന്റെ കണ്ണൂരിന്റെ പുതിയ സ്റ്റോറിൽ നിന്നും പർച്ചേസ് ചെയ്ത വളരെ ഫസ്റ്റ് കസ്റ്റമർ ഒരാളാണ് ജസ്റ്റിൻ സെബാസ്റ്റ്യൻ. വരുന്നത് അശ്വിൻ ആൻഡ് അർജുൻ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരും നേരിട്ട് കാണാൻ കഴിഞ്ഞത്. മൈജിയുടെ ഏറ്റവും പുതിയ ഷോറൂമാണ് ഇന്ന് ജനങ്ങൾക്ക് സമയം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വലിയ കണ്ണൂരിൽ തന്നെ 2012 ഞങ്ങൾ ആദ്യത്തെ ഷോറൂം തുറന്നത്. അതിനുശേഷം കണ്ണൂരിൽ നിരവധി ഷോറൂമുകൾ ഞങ്ങൾ തുറന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള മീഡിയ സുഹൃത്തുക്കളുടെ അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രാൻഡുകളുടെ മൈജിയുടെ ഈ വളർച്ചയിൽ വലിയ പങ്കാണ് എൻ്റെ മുമ്പിൽ ഇപ്പോൾ വരാം. അത് കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാം തന്നെ വലിയ സപ്പോർട്ടാണ്. ഒരിക്കൽ കൂടി സിനിമയിൽ അഭിനയിച്ച് തുടങ്ങുന്ന കാലം വരെ ഞാൻ താമസിച്ചിരുന്ന നാടാണ്. അപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് നാടിനോടും നാട്ടുകാരോടും വലിയ അടുപ്പമുണ്ട്. പിന്നെ ഇന്ന് പ്രിയ സുഹൃത്ത് ടൊവിനോയുടെ കൂടെ ഈ ഒരു വേദി പങ്കിടാൻ സാധിച്ചതിലും വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു. രണ്ടാമത്തെ തവണയാണ് ഞാൻ മൈജിയുടെ ഷോറൂം ഉദ്ഘാടനം ചെയ്തത്. 2019 കോട്ടയത്ത് ഒരു ഷോറൂം ഉദ്ഘാടനം ചെയ്തത്. എല്ലാവിധ ആശംസകളും. മഞ്ജുവിനെ കൂടെ ഇതുപോലെ ഉദ്ഘാടനത്തിന് ഒരുമിച്ച് സന്തോഷം. നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും നല്ല നിലയിലാണ്. ഹോം അപ്ലയൻസസും എല്ലാം ഒരു നല്ല നിലയിലായിട്ട് തരുന്നുണ്ട്. സൗകര്യപ്രദം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ കണ്ണൂരാരുടെ റിക്വസ്റ്റ് ആണ്, ആരും കൺവേ ചെയ്തത് ഈ ഫോട്ടോയുടെ കാര്യം ആവശ്യപ്പെടുന്നത്. റിയലി സോറി അബൌട്ട് ഇറ്റ്.
ഓൾസോ നമ്മുടെ ക്യാമറ ടീം അല്ലാണ്ട് ബാക്കിയുള്ളവർ മാറിയില്ലെങ്കിൽ നമുക്ക് ഫോട്ടോ കിട്ടില്ല. ബാക്കിലേക്ക് എല്ലാവരും ഇങ്ങോട്ടേക്ക് നോക്കാം. പബ്ലിക് ഒന്ന് നീങ്ങോ. നമ്മുടെ ബ്രാൻഡ് ആൾക്കാർ അവിടെ ഉണ്ട്. എല്ലാവരും മുന്നിലേക്ക് ഓൾ ദി ക്യാമറാസ്. ഒരു സെൽഫി പ്ലീസ്. നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു കാറ്റോട് വെച്ചിരിക്കുന്ന പുതിയൊരു പരിപാടിയുടെ സംരംഭത്തിലേക്ക് നമുക്ക് അറിയാത്ത ഫീൽഡിലേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇൻവൈറ്റ് ചെയ്ത് വന്ന ആളുകൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ഈ കൂടി ഇവിടെ എല്ലാവർക്കും എല്ലാവരുടെ സഹായത്താനും പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒറ്റപ്പാലത്ത് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ സ്ഥാപനം ഒരു സ്റ്റൈൽ ചെയ്യുന്ന പോലെ സുന്ദരിയായിട്ടുണ്ടല്ലോ, സുന്ദരിയായിട്ടുണ്ടല്ലോ. എന്താ പേര്? ശാരദ. ഫോട്ടോ എടുത്താലോ? അതെ.
അയ്യോടാ. എനിക്ക് അമ്മയെ കണ്ടതിൽ സന്തോഷമായി. ഇങ്ങോട്ടാ फोटो वाह 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 फ्रेंड्स फोटो